നമുക്കറിയാം ബിഗ് ബോസ് ഷോയിൽ അക്ബർ ഖാൻ എന്ന് പറയുന്ന സിംഗർ രേണു സുധിക്കെതിരെ നടത്തിയ ഒരു പരാമർശം സെപ്റ്റിക് ടാങ്കിനോട് ഉപമിച്ച് ഇതിന് ഒരു വീഡിയോയിൽ അക്ബർ ഖാൻ അതിനോട് ഖേദം പ്രകടിപ്പിച്ചു വരുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അക്ബർ ഖാൻ താങ്കളോടൊരു കാര്യം പറയാം. അതായത് താങ്കൾ ഒരിക്കലും വന്ന വഴി മറക്കാനായിട്ട് പാടില്ല. കാരണം കടബാധ്യതകൾ കൊണ്ട് നാട്ടിൽ പോലും ഫോൺ ഓണാക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ അക്ബർ ഖാൻ എന്ന് പറയുന്ന സിംഗറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്രയും സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായി ദൈവം പടച്ചവൻ കൊടുത്തിട്ടുള്ള ശബ്ദം ഉപയോഗിച്ച് വീണ്ടും അതെല്ലാം പരിഹരിക്കപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ് ഈ അക്ബർ ഖാൻ എന്ന് പറയുന്ന സിംഗർ. ഇദ്ദേഹത്തിൻ്റെ കോമഡികളെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൗണ്ടറുകളെല്ലാം നമ്മൾ സ്റ്റാർ സിംഗർ വേദിയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അക്ബർ ഖാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പണ്ടത്തെ പോലെയല്ല, ഓരോ വാക്കുകളും സൂക്ഷിച്ച് സംസാരിക്കുക. ഈ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ മറന്നാലും നിങ്ങൾ എപ്പോഴെല്ലാം പ്രശസ്തിയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ എപ്പോഴെല്ലാം വരുന്നു, ആ സമയത്തൊക്കെ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ വാക്ക് എപ്പോഴും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നമുക്കിഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാകും, ഒരുപാട് വ്യക്തികളുണ്ടാകും. അവരുടെ സ്വഭാവങ്ങളൊന്നും നമുക്ക് ഇഷ്ടമുണ്ടാകാൻ സാധ്യതയില്ല. ചിലപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് എതിരായിരിക്കാം. പക്ഷേ ഇത്രയേറെ ഒരു മോശമായ പരാമർശം അത് ഒരു സ്ത്രീയെ പറ്റിയിട്ട് മാത്രമല്ല, ഒരു പുരുഷനെ പറ്റിയിട്ട് പോലും അത് പറയാൻ പാടില്ലാത്തതാണ്. ഇത് വളരെ മോശമായി പോയ ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും രേണു സുധി എന്ന് പറയുന്ന ആ വ്യക്തിയോട്, അല്ലെങ്കിൽ ആ സ്ത്രീയോട് എനിക്ക് ഒരു ബഹുമാനം തോന്നിയ മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അത് സ്വയം മനസ്സിലാക്കുകയും അവർക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടായിട്ടും അവർ ഫൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആ ഷോയിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ അക്ബർ ഖാൻ, നിങ്ങളെപ്പോഴും നിങ്ങൾ വലിയ കോമഡിയനാകാം, നിങ്ങൾ തമാശകൾ പറയുന്നതാകാം, പക്ഷേ ഈ തമാശകൾ ചിലപ്പോൾ അമിതമായി കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ സംഭവം.